കേരള സംസ്ഥാനത്തെ സ്ത്രീ ശാക്തീകരണ വിഷയത്തിൽ ഏറ്റവും ആകർഷകമായ ഒരു തീരുമാനമാണ് സതീശൻ ഗവൺമെന്റ് നടപ്പാക്കി തുടങ്ങിയത്. 5 ഗ്യാരണ്ടികളിൽ സാധാരണ സ്ത്രീകളുടെ ജീവിതത്തെ ഏറെ ആകർഷിക്കുന്ന, സൗജന്യമായി സ്ത്രീകൾക്ക് ഓർഡിനറി KSRTC ബസ്സിൽ യാത്ര ചെയ്യാനുള്ള അവകാശം അംഗീകരിക്കുമ്പോൾ ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ഇടതുപക്ഷത്തെ കേരളത്തിലെങ്കിലും കോൺഗ്രസ് പിന്നിലാക്കാൻ വിജയിച്ചു എന്നൊരു രാഷ്ട്രീയ ഗുണവും അവർക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട്. നമ്മൾ കേരളത്തിൻ്റെ വികസനത്തെ പറ്റി പറയുമ്പോൾ ജീവിത സൂചികയിൽ കേരളം ഉണ്ടാക്കിയ വലിയ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാന കാരണം സ്ത്രീകൾക്ക് ലഭിച്ച അവരുടെ വിദ്യാഭ്യാസവും, അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ച സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ ലഭിച്ച പ്രത്യേക മാന്യതയും ഒക്കെയാണ്. അങ്ങനെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളും തൊഴിലാളികളായി മാറാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ നാട്ടിൽ സാധാരണ സ്ത്രീകളുടെ ജീവിതത്തിൽ ഇതുണ്ടാക്കാൻ പോകുന്ന ഗുണപരമായ മാറ്റമാണ് ഇതിൻ്റെ ഏറ്റവും വിപ്ലവകരമായ ഒരു ഫലം. നോക്കൂ, സാധാരണ പണിയെടുക്കുന്ന തൊഴിലാളികളിൽ ഏറ്റവും കുറഞ്ഞ വേതനത്തിന് പണിയെടുക്കുന്നവരായി ഇന്നും കേരളത്തിലെയും സ്ത്രീകൾ മാറിയിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അസംഘടിത മേഖലയിൽ ഏറ്റവും കുറഞ്ഞ വേതനത്തിന് പണിയെടുക്കുവാൻ നിർബന്ധിതമാകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ദിവസം ശരാശരി 25 കിലോമീറ്റർ എങ്കിലും വെച്ച് യാത്ര ചെയ്തിട്ടാണ് പണിയിടങ്ങളിലേക്ക് പോകുന്നതെങ്കിൽ അത്തരം സ്ത്രീകൾക്ക് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 70 രൂപയുടെ മിച്ചം ഈ സൗജന്യ യാത്രയിലൂടെ അവർക്ക് ലഭിക്കുമെന്നത് വലിയ കാര്യമാണ്. സാധാരണ സ്ത്രീകളുടെ ജീവിത നിലവാരവും അവരുടെ സമ്പാദ്യശീലവും മനസ്സിലാക്കാൻ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മതി. 48 ലക്ഷം സ്ത്രീകളാണ് കുടുംബശ്രീകളിലെ അംഗങ്ങൾ. ആ അംഗങ്ങൾ ഏതാണ്ട് 10-30 വർഷമായി അതിൽ ഇടപെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ 48 ലക്ഷം സ്ത്രീകൾക്ക് കൂടി സമ്പാദ്യമായി അവർക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് 9,500 കോടി രൂപയാണെന്ന് സർക്കാരിൻ്റെ കണക്കുകൾ പറയുന്നു. എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഓരോ സ്ത്രീകൾക്കും നാളിതുവരെയായി കണ്ടെത്താൻ കഴിഞ്ഞ മിച്ചം 20,000 രൂപ വെച്ച് മാത്രമാണ്. ഇവിടെയാണ് 25 കിലോമീറ്റർ എങ്കിലും യാത്ര ചെയ്ത് പണിയെടുക്കാൻ പോകുന്ന ഒരു സാധാരണ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം KSRTCയുടെ ഓർഡിനറി യാത്ര സൗജന്യമാക്കുന്നതിലൂടെ അവർക്കൊരു വർഷം 70 രൂപ ഒരു ദിവസം ലാഭിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ 350 ദിവസം അവർക്ക് സൗജന്യ യാത്ര ലഭിക്കുന്നതിലൂടെ 25,000 രൂപ അവരുടെ ജീവിതത്തിൽ ഒരു വർഷം സമ്പാദിക്കാൻ കഴിയും എന്നത് വലിയ മാറ്റമായിരിക്കും ആ സ്ത്രീകളുടെ ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്തരം ക്ഷേമ പദ്ധതികളാണ് ഒരു നാടിൻ്റെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തുന്നതെന്ന് സതീശൻ സർക്കാർ നേരത്തെ അവരുടെ ഒരു സ്വപ്നമെന്ന തരത്തിൽ നാട്ടുകാരോട് പറഞ്ഞത് നടപ്പാക്കുമ്പോൾ അത് കേരളത്തിന് ഒരു പുതിയ ചരിത്രം തന്നെ ഉണ്ടാക്കും. എന്നാൽ ഈ പദ്ധതിയിലെ പല പരിമിതികളും വരും നാളുകളിൽ പരിഹരിക്കും വിധം ഈ പുതിയ സമീപനം സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ കൊള്ളക്കമുണ്ടാക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന ഓരോ മിച്ചവും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ അത് കുടുംബത്തിൻ്റെ ആസ്തിയായും സൗകര്യമായും സന്തോഷമായും മാറും എന്നതിന് അടിവരയിടുന്നതാണ് സ്ത്രീകൾക്ക് KSRTCയിൽ അനുവദിച്ച ഈ ഓർഡിനറി സൗജന്യ യാത്ര.